തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ കൈമാറാത്ത വിഷയത്തിൽ SBIക്കെതിരെ സുപ്രീം കോടതിയിൽ CPIഎമ്മും കോടതിയലക്ഷ്യ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. SBIയുടെ സമയം നീട്ടാനുള്ള അപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ സിബി ജോസഫ് ദില്ലിയിൽ നൽകും. സിബി, അഞ്ജന, തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിവരങ്ങൾ കൈമാറാത്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടിക്കെതിരെയാണ് CPIഎം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസും കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. നേരത്തെ ഈ CPIഎമ്മും ഇത്തരത്തിൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് നൽകിയ ഹർജിയിലായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള ചരിത്രപരമായ വിധി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചത്. പിന്നാലെയായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകിയ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഉത്തരവിട്ടത്. അത് മാർച്ച് 6-നകം ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തണമെന്നായിരുന്നു സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. പക്ഷേ മാർച്ച് 4-ന് SBI സുപ്രീം കോടതിയെ സമീപിക്കുകയും ഏകദേശം 3 മാസം, അതായത് ജൂൺ 30 വരെ സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ കോടതിയലക്ഷ്യ ഹർജിയുമായി CPIഎമ്മും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് പ്രധാനമായും പറയുന്നത് ഈ ഒരു ജൂൺ മാസം 30 വരെ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏകദേശം 5000 കോടിയിലധികം രൂപ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 65%-ലധികം തുകയും എത്തിപ്പെട്ടത് BJPക്ക് ആണ് ഈ ഫണ്ടുകൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം പുറത്തു വരാതിരിക്കാൻ വേണ്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു വിവരം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ BJPക്ക് വേണ്ടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ രീതിക്കുള്ളൊരു നാടകീയ നീക്കം നടത്തുന്നതെന്ന് ഇപ്പോൾ ഹർജിക്കാർ ആരോപിക്കുന്നു. എന്തായാലും നാളെ ഈ SBIയുടെ അപേക്ഷ സുപ്രീം കോടതി വരാനിരിക്കുകയാണ്. വരാനിരിക്കുമ്പോഴാണ് കോടതിയലക്ഷ്യ ഹർജിയുമായി ഇപ്പോൾ CPIഎമ്മും എത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും.